ഇന്ന് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 2-ലെ 3-ാമത്തെ ചാപ്റ്റർ നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ചെറിയ കഥയാണ്. നീർനാഗം എന്നാണ് കഥയുടെ പേര്. ഈ കഥയൊന്ന് വായിച്ചു നോക്കാം. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന ചൊല്ല് കേട്ടിട്ടില്ലേ? ഈ കഥ വായിക്കൂ. നീർനാഗം. എനിക്ക് 6-7 വയസ്സുള്ളപ്പോഴത്തെ കഥയാണ്. ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഒരു ബമ്പനുണ്ടായിരുന്നു. ഏതു ഭയങ്കര മൂർഖനോടും അദ്ദേഹം എതിരിടും. അദ്ദേഹത്തെ പോലെ ഒരു ബമ്പനാകണം എന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം എതിരിട്ടത് ഒരു നീർനാഗത്തോടാണ്. ഞാനീ പറയുന്ന നീർനാഗം വളരെ പാവപ്പെട്ടതാണ്. ഒരു 2 അടി നീളം, ചെറുവിരലിൻ്റെ അത്ര വണ്ണം. തോട്ടിൽ ആമ്പലിൻ്റെ അടുത്തങ്ങനെ തലനീട്ടിയിരിക്കുകയാണ്. ചെറിയ വല്ല പരലും പോവുകയാണെങ്കിൽ പിടിക്കാം. നീർക്കോലി എന്നാണ് മൂപ്പരുടെ പേര്. ഞാൻ വലിയ ഒരു പച്ച ഇറുക്കിലെടുത്ത് അറ്റത്ത് ഒരു കുടുക്കുണ്ടാക്കി. എന്നിട്ട് സാവധാനം, വളരെ സാവധാനം അവൻ്റെ കഴുത്തിന് വെച്ച് ചിണുക്കി ഒരു വലി. ദാ നീർനാഗം ഈർക്കിലിൻ്റെ തുമ്പിൽ തൂങ്ങുന്നു. അവനെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള പല വീടുകളിലും കയറിയിറങ്ങി. സമപ്രായക്കാരും അതിൽ കുറഞ്ഞവരുമായ വളരെ ശിഷ്യന്മാരെയും ശിഷ്യകളെയും സമ്പാദിച്ചു. നേരം ഉച്ചയായി. വിശപ്പ് തോന്നി തുടങ്ങി. നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി. വരാന്തയിലെ വിരിയുടെ ഇടയിൽ നീർനാഗത്തെ തൂക്കിയിട്ടു. അതിൻ്റെ അടുത്തു തന്നെ 2-3 ചൂരൽവടികൾ തിരുകിയിട്ടുണ്ട്. പ്രായമനുസരിച്ചുള്ള മുഴുപ്പുകളുണ്ടതിന്. വലുത് എന്നെ അടിക്കാൻ. ഈ വടികളെല്ലാം തരാന്തരം പോലെ കുടയത്തൂർ മലയിൽ നിന്നും എൻ്റെ ബാപ്പ കൊണ്ടുവന്നതാണ്. തടിക്കച്ചവക്കാരനാണ് ബാപ്പ. ഞാൻ അടുക്കള വശത്ത് ചെന്നപ്പോൾ ഉമ്മ കൂട്ടാൻ താളിക്കുകയോ കടുക് വറുക്കുകയോ ചെയ്യുകയാണ്. ഊണിന് ലേശം താമസമുണ്ട്. ഞാൻ അയൽപക്കത്ത് ചെന്ന് ശിഷ്യഗണങ്ങളുമായി വർത്തമാനം പറഞ്ഞു. ഒരു ശിഷ്യൻ്റെ കയ്യിൽ നിന്നും പകുതി തേങ്ങാപ്പൂൾ വാങ്ങിച്ചു തിന്നു. അപ്പോൾ ബാപ്പയുടെ കഠോരമായ വിളി. എടാ ഓ എന്ന് ഞാൻ വിളി കേട്ടു. എന്നിട്ട് വീട്ടിൽ ചെന്നു. അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരുന്നു. ഉച്ച നമസ്കാരത്തിന് ബാപ്പ നിസ്കാരപ്പായ വിരിച്ചു. കാലു കഴുകി അതിൽ കയറി നീണ്ടു നിവർന്നു നിന്നു. അല്ലാഹു അക്ബർ എന്ന് കൈകൾ രണ്ടുമുയർത്തി നെഞ്ചത്ത് കെട്ടാൻ പോകുമ്പോൾ ദാ കിടക്കുന്നു നേരെ കൺമുമ്പിൽ ഒരു നീർനാഗം. ബാപ്പ നമസ്കാരം പൂർത്തിയാക്കി. സാധാരണയായി എന്തെങ്കിലും പ്രാർത്ഥനയ്ക്കിടയ്ക്കുണ്ടായാൽ അത് വകവയ്ക്കാറില്ല. പഴയ കാലങ്ങളിൽ യുദ്ധത്തിൽ അമ്പ് ഏറ്റാൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർ അത് വലിച്ചുവരുന്നത്. എടീ, ബാപ്പ വിളിച്ചു. എന്താണ്? ഉമ്മ വിളി കേട്ടുകൊണ്ട് വന്നു. ബാപ്പ ചൂണ്ടിക്കാണിച്ചു. എന്താണടിയത്? ഒരു നീർക്കോലി കുഞ്ഞാണ്. എന്നാൽ കൊണ്ടുപോയി നീ മുല കൊടുത്ത് വളർത്തിക്കോ. ഞാൻ എന്തിനാ മുല കൊടുത്ത് വളർത്തുന്നത്? ഞാൻ പെറ്റതാണോ? ഉമ്മ പെറ്റതല്ല ആ നീർക്കോലി കുഞ്ഞിനെ. ഉമ്മ പ്രസവിക്കാത്ത ഒരു നീർക്കോലി കുഞ്ഞിനെ ഉമ്മ മുല കൊടുത്ത് എന്തിനു വളർത്തണം? പിന്നെ ഇതെന്തിനാടി? ഞാൻ എങ്ങനെ അറിയാനാണ്? ഇവിടെ ഇതെങ്ങനെ വന്നടി? ഞാനെങ്ങനെ അറിയും? ഉമ്മ പറഞ്ഞു. അവനായിരിക്കും. ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ്. അവൻ എവിടെടി? അവിടെ എങ്ങാനും കാണും. അങ്ങനെയാണ് എടാ എന്നുള്ള അട്ടഹാസമുണ്ടായത്. ഞാൻ സന്നിധിയിൽ ചെന്നു. നീർനാഗം കിടന്നു പൊളയുന്നത് ഞാൻ ഞെട്ടലോടെ കണ്ടു. എന്തടാ ഇത്? ഞാൻ പറഞ്ഞു. നീർനാഗം. ബാപ്പ ചിരിച്ചു. കേട്ടോടി, പാവപ്പെട്ട നീർക്കോലിക്കുഞ്ഞ് നീർനാഗം. ഉമ്മ പറഞ്ഞു. പള്ളിക്കൂടത്തിൽ അങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഇത് സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു പാമ്പുകളിക്കാരൻ വന്നു. തമിഴനാണ്. സാമാന്യം ഭേദപ്പെട്ട 2-3 മൂർഖൻ പാമ്പുകൾ ഉണ്ടായിരുന്നു. അതിനെ മേൽപ്പടിയാൻ ചന്തയിലെല്ലാം കൊണ്ടു നടന്നു കളിപ്പിച്ചു. ഒരു 4 മണിയായപ്പോൾ അദ്ദേഹം വെളിമ്പറമ്പിൽ പാമ്പുകളുടെ കൊട്ട അരികിൽ വെച്ചിട്ടുറങ്ങി. ഉണർന്നു നോക്കുമ്പോൾ പാമ്പുകളുമില്ല, കൊട്ടയുമില്ല. സ്ഥലത്തെ കള്ളന്മാരാരോ മോഷ്ടിച്ചു കളഞ്ഞു. പിന്നെ ആ പാമ്പുകളും കൊട്ടയും കിട്ടുന്നത് 4 ദിവസം കഴിഞ്ഞാണ്. ആ 4 ദിവസം പണിയൊന്നുമില്ലാതെ പട്ടിണി കിടക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം കുറേ പാമ്പുകളെ പിടിക്കാൻ ഉഗ്രൻ ശ്രമം നടത്തി. അനേക തരത്തിലുള്ള ഉഗ്രൻ പാമ്പുകളുള്ള സ്ഥലത്തു നിന്ന് അദ്ദേഹം പിടിക്കാൻ കഴിഞ്ഞത് 4-5 നീർക്കോലികളെയാണ്. അദ്ദേഹം അതിനെയെല്ലാം കൊണ്ട് ചന്തയിൽ വന്നു. പാരുങ്കോ പാരുങ്കോ, നീർനാഗം.
എന്ന് ഒച്ചയെടുക്കാൻ തുടങ്ങി. ആളുകൾ ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് നീർനാഗം എനിക്ക് കിട്ടിയത്. തമിഴ്നാട്ടിനോടുള്ള കടപ്പാട് ഞാനിവിടെ തുറന്ന് സമ്മതിച്ചു കൊള്ളട്ടെ. എന്നാൽ ബാപ്പ ഇത് സമ്മതിക്കുമോ? എടാ, ബാപ്പ പറഞ്ഞു, ഇതെന്തിനാടാ നീ ഇവിടെ കൊണ്ടുവന്നു വെച്ചത്? ഞാൻ മിണ്ടിയില്ല. ബാപ്പ സാധാരണയായി എന്നെ അടിക്കാറുള്ള ചൂരൽ വടി കൊണ്ട് 1/4 ഡസൻ അടി എൻ്റെ തുടയിൽ വെച്ചു തന്നു. നല്ല 1-ാം നമ്പർ അടിയൊന്നുമല്ല, ഇടത്തരം. ബാപ്പ എന്നെക്കൊണ്ട് നീർനാഗത്തെ എടുപ്പിച്ചു. തോട്ടിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ ആ കുരുക്ക് ഊരി അതിനെ മോചിപ്പിച്ചു. ബാപ്പ പറഞ്ഞു, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും അല്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ സർപ്പയജ്ഞം എന്ന കഥാസമാഹാരത്തിൽ എഴുതിയ ഒരു ചെറിയ കഥയാണ് നീർനാഗം. ഈ കഥ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പല ഭാഗങ്ങളിലും ചിരി വരുന്നുണ്ട് അല്ലേ? ഈ യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മളിൽ ചിരി ഉണർത്തുന്നവയാണ്. ബഷീർ കുഞ്ഞായിരുന്നപ്പോൾ 6 or 7 വയസ്സുള്ളപ്പോഴുള്ള ഒരു സംഭവ കഥയാണിത്. ഈ അദ്ദേഹം ഒരു നീർക്കോലിക്കുഞ്ഞിനെ പിടിച്ച് അതിനെ പ്രദർശിപ്പിച്ച് നടക്കുന്നു. അത് കാണുവാൻ വേണ്ടി വേറെ കൊച്ചു കുട്ടികളും കൂടുന്നു. അവരെല്ലാം ശിഷ്യന്മാരുമായി അദ്ദേഹം പറയുന്നു. പിന്നീട് ബാപ്പ ഇതിനെ കാണുന്നു. ബാപ്പയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. നീർനാഗമെന്ന് ബഷീർ പറയുന്നു. അപ്പോൾ ബാപ്പ ഇതൊക്കെ കേട്ട് ചിരിക്കുന്നു. പിന്നീട് പറയുന്നു, ആദ്യം ബാപ്പ ദേഷ്യപ്പെടുന്നുണ്ട്, പിന്നീട് നീർനാഗമെന്ന് ബഷീർ പറയുമ്പോൾ ചിരിക്കുന്നു. കാരണം നീർക്കോലിക്കുഞ്ഞിൻ്റെ പേരാണ് നീർനാഗം എന്ന് പറയുന്നത്. അതിൻ്റെ പിറകിലെ കഥ ബഷീർ പറഞ്ഞല്ലോ, ഒരു തമിഴൻ ഇട്ട പേരാണ് ഈ പാമ്പിനെന്ന്. പിന്നീട് അദ്ദേഹം പറയുന്നു, ബഷീറിൻ്റെ ബാപ്പ പറയുന്നു, കാരണമില്ലാതെ ഒന്നിനെ ദ്രോഹിക്കരുത്, അതുകൊണ്ട് ഈ നീർക്കോലിയെ തോട്ടിൽ തന്നെ കൊണ്ടുവിടാൻ പറയുന്നു. അങ്ങനെ അദ്ദേഹം തോട്ടിൽ തന്നെ കൊണ്ടുവിടുന്നു. അപ്പോൾ ഈ കഥ എല്ലാവരും നന്നായിട്ട് വായിക്കുക. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ചിരിച്ച് കഥ വായിച്ചല്ലോ, നിങ്ങളെ ചിരിപ്പിച്ച സന്ദർഭങ്ങൾ ഏതെല്ലാമായിരുന്നു? പറയൂ. ഏതെല്ലാം സന്ദർഭങ്ങളാണ് നമുക്കത് വായിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് വായിച്ചിട്ട് ചിരി വന്നത്? ആദ്യത്തെ പേജിൽ നീർനാഗത്തെ ഈ ബഷീർ ഒരു ഈർക്കിലിൻ്റെ തുമ്പിൽ തൂക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ പല വീടുകളിലും കയറി ഇറങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് സമപ്രായക്കാരും അതിൽ കുറഞ്ഞവരുമായി ഒട്ട് വളരെ ശിഷ്യകളെ സമ്പാദിച്ചെന്ന് പറയുന്നു. അവിടെയൊക്കെ വായിക്കുമ്പോൾ ചിരി വരുന്നുണ്ട് അല്ലേ? പിന്നെ എന്താണ്, പിന്നെ ബാപ്പ ഈ ബഷീറിനെ അടിക്കുവാൻ വെച്ചിരിക്കുന്ന വടിയുടെ കാര്യം പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ചൂരൽ വടിയുടെ കാര്യം പറയും. പല മുഴുപ്പുള്ള വടികൾ, ബഷീറിനെ അടിക്കാൻ വെച്ചിരിക്കുന്ന വടി, ഇതെല്ലാം കേൾക്കുമ്പോൾ ചിരി വരും. പിന്നെ എന്താണ്, പിന്നെ ഉമ്മയോട് ചോദിക്കുന്നു ബാപ്പ, ഇതെന്താണ് ഈ തൂങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊരു നീർക്കോലിക്കുഞ്ഞാന്ന് ഉമ്മ പറയുമ്പോൾ, നീ അതിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തിക്കുമെന്ന് ബാപ്പ പറയുന്നു. അപ്പോൾ അത് ഉമ്മ പറ്റതല്ല, പിന്നെ എന്തിനാണ് ഉമ്മ പ്രസവിക്കാത്ത നീർക്കോലിക്കുഞ്ഞിനെ ഉമ്മ മുല കൊടുത്ത് വളർത്തണമെന്ന് ബഷീർ ചിന്തിക്കുന്നു. അതൊക്കെ നമ്മൾ ചിരി ഉണർത്തുന്ന സന്ദർഭങ്ങളാണ്. പിന്നെ നീർക്കോലിക്കുഞ്ഞിൻ്റെ പേര് നീർനാഗം എന്ന് പറയുന്നു. ഇതെല്ലാം ചിരി ഉണർത്തുന്നു അല്ലേ? ഇനി കുസൃതി പതിപ്പ്. കുസൃതിത്തരങ്ങൾ നിറഞ്ഞതാണ് ബാല്യകാലം. നീർനാഗത്തെ പിടിച്ച ബഷീറിൻ്റെ അനുഭവം നമ്മൾ വായിച്ചു. ഇതുപോലുള്ള പല കുസൃതികളും വികൃതികളും ചെയ്തവരല്ലേ നിങ്ങളും? അവയിൽ ചിലത് ഇപ്പോൾ ഓർമ്മ വരുന്നില്ലേ? നിങ്ങളുടെ കുസൃതികൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. ഇതൊരു കുറിപ്പായി എഴുതുകയും വേണം. കുറിപ്പിന് ഇണങ്ങുന്ന പേര് നൽകാൻ മറക്കരുത്. എല്ലാവരും എഴുതിയ അനുഭവ കുറിപ്പുകൾ ചേർത്ത് ഒരു കുസൃതി പതിപ്പ് തയ്യാറാക്കണം. ചിത്രങ്ങളും ചേർത്ത് ഭംഗിയാക്കണം. ഈ പതിപ്പിനും വേണം ഒരു രസിക്കൻ പേര്. കുട്ടിക്കാലത്തെ ഒരു കുസൃതി അനുഭവം എഴുതിത്തരാൻ ടീച്ചറോടും പറയണം. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കുസൃതികളുണ്ടെങ്കിൽ അത് നിങ്ങളൊരു കുറിപ്പായിട്ട് എഴുതി വയ്ക്കുക. കഥാപാത്ര പരിചയം. കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിൻ്റെ ബാപ്പ. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് അവയെല്ലാം ഉൾപ്പെടുത്തി ബഷീറിൻ്റെ ബാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് എഴുതൂ. കുറിപ്പ് നോട്ടായിട്ട് വീഡിയോയുടെ കൂടെ ചേർക്കാം. ഇമ്മണി ബല്യലോകം. ബഷീറിൻ്റെ പുസ്തകങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും എടുത്തു വായിക്കൂ. അവയിലെ രസകരമായ സംഭവങ്ങളെയും ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, എട്ടുകാലി മമ്മൂഞ്ഞ് തുടങ്ങിയ കഥാപാത്രങ്ങളെയും പരിചയപ്പെടാം.
അദ്ദേഹത്തിൻ്റെ രസകരമായ കഥകൾ വായിച്ച് വായനക്കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ ബഷീറിൻ്റെ കഥകളെല്ലാം വായിച്ചിട്ടൊരു വായന കുറിപ്പ് തയ്യാറാക്കുക. കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിൻ്റെ ബാപ്പ. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് അവയെല്ലാം ഉൾപ്പെടുത്തി ബഷീറിൻ്റെ ബാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് എഴുതൂ. ഉത്തരം: നീർനാഗം എന്ന കഥ വായിക്കുമ്പോൾ തന്നെ അനുവാചകന് മനസ്സിലാകും ബഷീറിൻ്റെ ബാപ്പയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് നർമ്മരസം പകർന്നു കിട്ടിയതെന്ന്. ബഷീറിൻ്റെ ബാപ്പയുടെ സഹജീവി സ്നേഹം നമുക്ക് ബോധ്യമാവുന്നുണ്ട്. ആ നീർനാഗത്തെ മോചിപ്പിക്കുകയും അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ. ബഷീർ നീർക്കോലിയുടെ പേര് നീർനാഗം എന്ന് പറയുമ്പോൾ ബാപ്പ പൊട്ടിച്ചിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ നർമ്മബോധത്തിന് ഉദാഹരണമാണ്. അദ്ദേഹം സ്നേഹമുള്ള ഒരു പിതാവ് കൂടിയാണ്. ബഷീറിൻ്റെ ബാപ്പ ഒരു ദൈവവിശ്വാസി കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹം നിസ്കരിക്കുമ്പോഴാണല്ലോ നീർനാഗത്തെ കാണുന്നത്. തെറ്റ് കണ്ടാൽ ഉടൻ തിരുത്തുന്ന ആൾ തന്നെയാണ് ബഷീറിൻ്റെ പിതാവ്. അതുകൊണ്ടാണ് ബഷീറിന് ഒരു ചെറിയ അടി കൊടുത്തിട്ട് ആ നീർനാഗത്തെ തോട്ടിലേക്ക് തന്നെ തിരികെ വിട്ടത്. ഈ കഥയിലെ ബഷീറിൻ്റെ പിതാവ് ഒരു ഉത്തമ മനുഷ്യൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു.